ഏതു നമ്മുടെ ഇറാൻ്റെയും യു എസിൻ്റെയും ചർച്ചകൾ ഇനിയിപ്പോൾ വളരെ കുറഞ്ഞ സമയം കൂടിയുള്ളൂ ചർച്ച എന്താകും എങ്ങനെയാകും എന്നൊക്കെ അറിയാനായിട്ട് ഒരു യുദ്ധത്തിലേക്ക് പോകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇറാൻ ആദ്യം ചെയ്യുന്നത് ഒരു പക്ഷേ ഹോർമൂസ് കടലിടുക്ക് അടച്ചു കളയുക ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ പോകാനുള്ള സാധ്യത ഏറെയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു യുദ്ധ സമാനമായ അന്തരീക്ഷം നിലനിന്നപ്പോഴൊന്നും അത് ഇറാൻ ചെയ്തിട്ടില്ല. പക്ഷേ നിലവിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും അങ്ങനെ സംഭവിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ലോക എണ്ണ വിപണിയുടെ 5% ഈ ഒരു കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ വളരെ മോശമാകും. ഒരു സാമ്പത്തിക യുദ്ധത്തിലേക്ക് തന്നെ ലോകം മാറുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തും. അപ്പോൾ അതിനുള്ള സാധ്യതകൾ ഉണ്ടോ? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശം? വിദ്യ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച അത് ഇന്ന് അവസാനിച്ചാലും അത് പരിപൂർണമായ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ഇറാൻ്റെ ശക്തമായ നിലപാട് തന്നെയാണ്. ഒരിക്കലും അമേരിക്കയുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല, ആണവ പരീക്ഷണം പരിപൂർണമായി നിർത്തില്ല എന്ന് ഇറാൻ പറഞ്ഞ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അതാണ് തങ്ങളുടെ നിലപാട് എന്ന് ആവർത്തിച്ച് ഇറാൻ ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ മൂന്നാം ഘട്ട ചർച്ചയിൽ അമേരിക്ക പറയുന്നത് പോലെ മുഴുവൻ യുറേനിയം സമ്പുഷ്ടീകരണവും അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്ക പറയുന്ന ഒരു കരാറിലേക്ക് ഇറാൻ പോകില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരുപക്ഷെ നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ഈ കരാർ അവസാനിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ വീണ്ടും അടുത്തൊരു കരാറിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ട്രംപ് വീണ്ടും പ്രകോപിതനായിക്കൊണ്ട് ഇറാന് നേരെ കുറേ വെല്ലുവിളികളൊക്കെ നടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് കരാറിൽ ഒപ്പിടണമെന്ന് ഭീതി മുഴക്കിയേക്കാം. എന്ത് തന്നെയായാലും ഇറാന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം, ഒരു സമ്മർദ്ദ തന്ത്രം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കാണ്. വിദ്യ പറഞ്ഞു 5% ആഗോള എണ്ണ വിപണിയുടെ സഞ്ചാരം നടക്കുന്നത് ഈ പറയുന്ന ഹോർമുസ് കടലിടുക്ക് വഴിയാണെന്നാണ്. 5% 20%-ലധികമുണ്ടത്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. അത് എക്സ്പോർട്ടും ഇമ്പോർട്ടും അടക്കം നോക്കുകയാണെങ്കിൽ ഈ ഉപരോധങ്ങളെ മറികടന്നുകൊണ്ട് ഇറാനിൽ നിന്ന് പോകുന്ന എണ്ണക്കപ്പലുകൾ അടക്കം ചേർത്തുകൊണ്ട് ഏതാണ്ട് 20%-ലധികം അന്താരാഷ്ട്ര എണ്ണ വിപണിയുടെ സഞ്ചാരപാതയാണ് ഈ ഹോർമുസ് കടലിടുക്കും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കടൽ പാതകളും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക? അവിടെ ഇറാൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വലിയൊരു സന്നാഹം ഈ കഴിഞ്ഞ 2 ദിവസമായി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ മാധ്യമങ്ങളും യുദ്ധത്തിന് പിറകെയാണ്, അമേരിക്കയുടെ സന്നാഹങ്ങൾക്ക് പിറകെയാണ്, ഇറാൻ്റെ പല രീതിയിലുള്ള നയപ്രഖ്യാപനങ്ങൾക്ക് പിറകെയാണ്. പക്ഷേ അതിനിടയിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ചില നിർണായകമായ നീക്കങ്ങൾ ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ അവരുടെ കൈവശമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബോട്ടുകൾ, അത് കപ്പലുമല്ല എന്നാൽ ചെറു ബോട്ടുകളുമല്ല, ഒരു ഇടത്തരം ബോട്ടുകൾ, അത് വ്യാപകമായിട്ട് ഹോർമുസ് കടലിടുക്കിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അവർ നിയോഗിച്ചിട്ടുണ്ട്. ഈ ബോട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടുകളെ കില്ലർ ബോട്ടുകൾ അല്ലെങ്കിൽ ഗോസ്റ്റ് ബോട്ടുകൾ എന്നൊക്കെ പല രീതിയിൽ വിളിക്കുന്നുണ്ട്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ബോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായാൽ അവിടെ ഒരു ചാവേറുകൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ചാവേറുകളെ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ബോട്ടുകളാണ്. ഇതിൽ ചിലതിൽ ആളുകളുണ്ടാകും, നിയന്ത്രിക്കാൻ ആളുകളുണ്ടാകും, ഓടിക്കാൻ ആളുകളുണ്ടാകും. ചില ബോട്ടുകളിൽ ആളുകൾ ഉണ്ടാവില്ല, അതായത് ആളില്ലാ ബോട്ടുകളായിരിക്കും. ഇത് ഹൂത്തികൾ പണ്ട് ചെങ്കടലിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു മാർഗമാണ്. അതായത് ഈ ബോട്ടുകൾ 5, 6, 10 ഒക്കെ ആയിട്ട് ഒരു എണ്ണക്കപ്പലിന് നേരെ പാഞ്ഞെടുക്കും. എണ്ണക്കപ്പലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസായ ആവശ്യങ്ങൾക്കായി പോകുന്ന കപ്പലുകൾക്ക് നേരെ ഒരേ സമയം പാഞ്ഞെടുക്കും. അങ്ങനെ ആ കപ്പലുകൾക്ക് നേരെ പല ഭാഗങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കപ്പലുകളിൽ നിന്ന് തിരിച്ച് ആക്രമിച്ചാലും ഈ ബോട്ടുകളുടെ ഒരു സ്വഭാവം അത് അതിവേഗത്തിൽ പോകുന്ന, വളരെ വേഗത്തിൽ തിരിക്കാനും ഡയറക്ഷൻ മാറ്റാനും ഒക്കെ കഴിയുന്ന സായുധ ബോട്ടുകളാണ്. അപ്പോൾ തിരിച്ച് ആക്രമണം വന്നാലും ഇതിന് വളരെ വേഗത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയും. ഇനി അല്ല, ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ബോട്ടുകൾ ഉപയോഗിച്ച് ഈ ബോട്ടുകൾ പിന്തിരിപ്പിക്കാതെ ഈ ബോട്ടുകൾ നേരെ പോയി കപ്പലിൽ ഇടിച്ച് വലിയ സ്ഫോടനം ഉണ്ടാക്കി അപകടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ബോട്ടുകളാണ്. ഇത്തരത്തിലുള്ള ബോട്ടുകളുടെ ഒരു വലിയ ശ്രേണി ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ പല ഭാഗങ്ങളിൽ ഇറാൻ ഇതോടകം വിന്യസിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, റഷ്യയുടെയും ചൈനയുടെയും ഇറാൻ്റെയും സംയുക്ത സേന ഹോർമുസ് കടലിടുക്കിലും ഒമാൻ്റെ തീരത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്ക വലിയ സമ്മർദ്ദം കൊടുക്കുകയാണ്. ഇറാന് നേരെ വീണ്ടും ഉപരോധങ്ങൾ ഉണ്ടാകും, ഇറാനുമായി കച്ചവടങ്ങളിൽ നിന്നും ഏർപ്പെടരുത്, ഇറാന് നേരെ ആക്രമണം നടത്തുമെന്നൊക്കെ പറഞ്ഞ് വലിയ ഭീഷണികൾ ഒരു വശത്ത് നിർത്തുമ്പോൾ അതേ നാണയത്തിൽ ഞങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ പിടിച്ചെടുക്കും
എന്ന് പറയുന്നതിന് മുന്നോടിയായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ്റെ സകല സന്നാഹങ്ങളും ഹോർമൂസ് കടലിടുക്കും ഒമാൻ്റെ തീരങ്ങളും ഇന്ത്യൻ മഹാസമുദ്രവും കേന്ദ്രീകരിച്ച് ഇപ്പോൾ വ്യാപകമായ പരീക്ഷണങ്ങൾ നടക്കുന്നത്. മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നു, റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നു. അങ്ങനെ നിരവധിയായ പരീക്ഷണങ്ങളും അതുപോലെയുള്ള സൈനിക പ്രകടനങ്ങളുമൊക്കെ ഇറാൻ തുടർച്ചയായി നടത്തുന്നത് വരാൻ പോകുന്ന ഒരു വലിയ നീക്കത്തിൻ്റെ സൂചനയായി തന്നെയാണ്. ഏത് സൂചിപ്പിച്ചതുപോലെ ഏകദേശം ലോക എണ്ണ വ്യാപാരത്തിൻ്റെ 20%, ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 40% ഇന്ത്യയുടെ എണ്ണ വ്യാപാരം നടക്കുന്നത് ഈ ഒരു കടലിടുക്കിലൂടെയാണ്. ഇന്ത്യയുടെ മാത്രമല്ല, സൗദി അറേബ്യ, UAE, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ എണ്ണ ടാങ്കറുകൾ സഞ്ചരിക്കുന്ന പാത ഇത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചു പൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇറാൻ എത്തിച്ചേർന്നാൽ അത് ഈ രാജ്യങ്ങളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോക രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന ഒന്നായി മാറും. എണ്ണയുടെ കാര്യത്തിൽ നമുക്കറിയാം, പലപ്പോഴും എണ്ണയുടെ ആവശ്യകതയാണ് അതിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. അപ്പോൾ എണ്ണ ലഭ്യത കുറയുകയും എണ്ണയ്ക്ക് ആവശ്യം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും എണ്ണയുടെ വില വർദ്ധിക്കും. അപ്പോൾ ആ സാഹചര്യം എങ്ങനെയായിരിക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ളവരെ ഇതിൽ വളരെ തന്ത്രപരമായ ഒരു സമീപനമാണ് ഇറാൻ സ്വീകരിക്കുന്നതെന്ന് പറയാതെ വയ്യ. ഇപ്പോൾ അമേരിക്ക ഭീഷണികൾ മുഴക്കിയാലും വെല്ലുവിളികൾ മുഴക്കിയാലും സമ്മർദ്ദങ്ങൾ കൊടുത്താലും ഇതൊക്കെ ബാധിക്കുന്നത് ഇറാനെ മാത്രമാണ്. അതായത് അമേരിക്ക എന്ത് തൻ്റെ തലകുത്തി പറഞ്ഞാലും അത് ആകെ ബാധിക്കുന്നത് ഇറാൻ എന്നൊരൊറ്റ രാജ്യത്തെ മാത്രമാണ്. അത് എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. പക്ഷേ ഇറാൻ തിരിച്ചൊന്ന് അനങ്ങിയാൽ, ഇറാൻ തിരിച്ച് വലിയൊരു ആക്രമണത്തിലേക്ക് പോയാൽ, അല്ലെങ്കിൽ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങിയാൽ അത് ലോകത്തെ മുഴുവൻ ബാധിക്കും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ട്രംപ് കിടന്ന് അലറുന്നത്, അല്ലെങ്കിൽ ട്രംപ് കിടന്ന് വെല്ലുവിളിക്കുന്നത് ഇറാനെയാണ്. സ്വാഭാവികമായിട്ടും ഇറാന് ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ, വ്യാവസായികമായിട്ട് വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. അമേരിക്ക അത് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇറാൻ തിരിച്ചടിക്കാൻ തുനിഞ്ഞാൽ, അമേരിക്ക സ്വീകരിക്കുന്ന അതേ നയങ്ങൾ അല്ലെങ്കിൽ അതേ തീവ്രതയിൽ തിരിച്ച് പ്രയോഗിക്കാൻ ഇറാൻ ഇറങ്ങിത്തിരിച്ചാൽ അത് സകലമാന രാജ്യങ്ങളെയും, ഏഷ്യൻ രാജ്യങ്ങളെയും, പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും, ലോക രാജ്യങ്ങളെയും വലിയ തോതിൽ പിടിച്ചു കുലുക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് അമേരിക്ക മനസ്സിലാക്കാത്തത്, അല്ലെങ്കിൽ ട്രംപ് തിരിച്ചറിയാത്തത്. ട്രംപിൻ്റെ അടപ്പുളകുന്ന രീതിയിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തി താഴെ പോകുന്ന നിലയിൽ, ഡോളറിന് മൂല്യമില്ലാതാകുന്ന നിലയിൽ, അന്താരാഷ്ട്ര തലത്തിലൊരു വലിയ സാമ്പത്തിക മാന്ദ്യം വരുന്ന നിലയിൽ, യൂറോപ്യൻ യൂണിയൻ തകർന്ന് തരിപ്പണമാകുന്ന നിലയിൽ, ഗൾഫ് രാജ്യങ്ങൾ കുത്തുപാള എടുക്കുന്ന നിലയിലൊക്കെ നീങ്ങാൻ ഇറാന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇസ്രായേലിന് വലിയ ഭീഷണി ഇറാൻ സൃഷ്ടിക്കുന്നത് ഈ ഉപരോധമല്ല, മറിച്ച് ഏത് നിമിഷവും ഇസ്രായേലിന് നേരെ ആക്രമിക്കാൻ ഇറാന് പവറുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇറാനെ ഭയക്കുന്നത്. പക്ഷേ ലോകം ഭയക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇറാൻ ഹോർമുസ് കടലെടുക്കും ചെങ്കടലും ഒരേ സമയം ബ്ലോക്ക് ചെയ്താൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് ലോകം കാണാത്ത വിധത്തിലുള്ള വലിയ സാമ്പത്തിക മാന്ദ്യമായിരിക്കും. ഇറാനെ സംബന്ധിച്ച് മുന്നും പിന്നും നോക്കാനില്ല. കാരണം ഇറാൻ അല്ലെങ്കിൽ തന്നെ സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. പിന്നെ ഇറാൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, ഇറാൻ ഈ ഇസ്ലാമിക റിപ്പബ്ലിക് ഭരണം വന്നതിന് ശേഷം ഇന്ന് വരെ ഇറാൻ പ്രതിസന്ധികളെയും പ്രതിരോധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. റെസിസ്റ്റൻസിന് ഏറ്റവും കൂടുതൽ വിജയം നേടിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. പ്രതിരോധത്തിലൂടെ മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇനി ഇതിലും വലുതൊന്നും വരാനില്ല. കാരണം ഉപരോധത്തിൻ്റെ പരമാവധിയായി അവരുടെ ആഭ്യന്തര കലാപം നടത്തിയ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ കൊല്ലാൻ പോലും ശ്രമങ്ങളുണ്ടായി. അതിനപ്പുറം നിരന്തരമായ ആക്രമണ നീക്കങ്ങൾ ഇറാന് നേരെ നടന്നു. ഒരു വലിയ ആക്രമണം നടന്നു കഴിഞ്ഞു. അമേരിക്ക ഇതുവരെ പരീക്ഷിക്കാത്ത ബങ്കർ ബസ്റ്റർ ബോംബുകൾ പോലും ഇറാനിൽ കൊണ്ടുവന്നിട്ടു. എന്നിട്ട് പോലും ഒന്നും ആയില്ല. ഇറാൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ തകർക്കാൻ ശ്രമിച്ച ഇറാനെ ഒടുവിൽ അവരുടെ മിസൈൽ ശേഖരം വർദ്ധിച്ചു. അവർ ആണവ ബോംബ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇറാൻ ആണവ ബോംബുകൾ നിർമ്മിച്ചു എന്നാണ്. ആ നിർമ്മാണങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന സമയമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാനെ ആക്രമിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഇറാൻ ഇനി ആക്രമിക്കുന്നത് ബുദ്ധിയല്ല എന്നും അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇറാൻ ഇതിനെയെല്ലാം അതിജീവിച്ച് ഇങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇറാനെ സംബന്ധിച്ച്
ഇത് ഒരു കാര്യം എടുത്തു പറയേണ്ടത്, അമേരിക്ക എപ്പോഴും ഒരു ലോക പോലീസ് കളിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ ഇറാൻ മറുഭാഗത്ത് ഇറാൻ ഒറ്റ നിമിഷം കൊണ്ട് ഒരുപക്ഷെ ഈ ഹോർമൂസ് കടലിൽ അടയ്ക്കാനും തുടർന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക പ്രതിസന്ധി ഓൾറെഡി അവർ അനുഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയ പുത്തിരിയൊന്നും അല്ല ഈ പറയുന്നത്. പക്ഷേ ലോകരാജ്യങ്ങൾ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും എന്നൊരൊറ്റ കാരണം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോഴും ഇറാൻ ഒന്ന് ശാന്തനായി അമേരിക്ക തുടങ്ങട്ടെ അല്ലെങ്കിൽ അമേരിക്കയുടെ നയം നോക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് നിൽക്കുന്നത്. ഒരുപക്ഷെ മറ്റു രാജ്യങ്ങൾ കൂടി പ്രതിസന്ധിയിലാവരുത് എന്നൊരൊറ്റ കാരണം ഇറാൻ മാന്യത ഉള്ള ഒരു രാജ്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ. ഒരു മര്യാദയുമില്ലാത്ത രാജ്യമായിരുന്നെങ്കിൽ ഈ ഹോർമൂസ് കടലെടുക്ക് അടച്ച് ലോകത്തോട് വിലവേശാൻ ഇറാന് വലിയ മടിയൊന്നുമില്ല. കാരണം ഇറാൻ ഇപ്പോൾ ഇനി എന്ത് ചെയ്താലും ഇറാൻ ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും കഷ്ടതകളും പ്രശ്നങ്ങളും ആഭ്യന്തര കലാപവും ആക്രമണങ്ങളും ഒക്കെ അതിജീവിച്ചാണ് ഇറാൻ ഇപ്പോൾ പോകുന്നത്. ഇതിലും വലുതൊന്നും വരാനില്ല. അതുകൊണ്ടാണ് ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോഴും വാ മോനെ വാ എന്ന നിലയിൽ ഇറാൻ നിൽക്കുന്നത്. കാരണം ഒന്നും ഇനി നഷ്ടപ്പെടാനില്ല. അവർക്ക് എന്ത് സംഭവിച്ചാലും പ്രത്യാക്രമണത്തിന് തയ്യാറായി നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് അവർക്കിനി ഒന്നും നോക്കാനില്ല, മുന്നും പിന്നും നോക്കാനില്ല എന്ന് പറയില്ലേ, അതേ അവസ്ഥയാണ് ഇറാന്. പക്ഷേ അമേരിക്കയിൽ നിന്നൊരു കാര്യം അങ്ങനെയല്ല, അവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ ആ കപ്പൽ USS എബ്രഹാം ലിങ്കൺ ഒന്ന് മുക്കിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഡോളറുകളുടെ കോടിക്കണക്കിന് ഡോളറിൻ്റെ നാശനഷ്ടമായിരിക്കും. എന്ന് മാത്രമല്ല, ഇനി അങ്ങനത്തെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാനുള്ള ആവത് അമേരിക്കയ്ക്ക് ഉണ്ടോ എന്നുള്ള സംശയമാണ്. അവിടുത്തെ സംയുക്ത സേനാ മേധാവിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ കുറവാണ്, വാരിക്കോരി ഈ പറയുന്ന ഇസ്രായേലിനും ഉക്രൈനും കൊടുത്തു, നമ്മുടെ കയ്യിലും കാര്യമായിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇനി ആക്രമിക്കാൻ പോയി പണി മേടിക്കേണ്ടതെന്ന് അവിടുത്തെ സംയുക്ത സൈനിക മേധാവി തന്നെ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കപ്പൽ മുക്കുകയും ചെങ്കടലും ഈ പറയുന്ന ഹോർമൂസ് കടലെടുക്കും ഇറാൻ പിടിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യാപാരം നടക്കുമ്പോഴാണ്, ട്രേഡ് നടക്കുമ്പോഴാണല്ലോ ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ അനക്കം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഗൾഫ് മേഖല പ്രതിസന്ധിയിലാകും, എണ്ണ വിൽക്കാൻ കഴിയാതെ അവർ പപ്പരായി പോവും, പ്രവാസികൾ വലിയ ദുരിതത്തിലാകും, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഉൽപ്പാദനക്ഷമത ഇല്ലാതായി വരും. ചെങ്കടൽ പണ്ട് ഹൂത്തികൾ അടച്ചപ്പോൾ തന്നെ ട്രംപ് പ്രസിഡൻ്റായി അധികാരത്തിൽ വന്ന ആദ്യം പറഞ്ഞത് ചെങ്കടലിൽ ഹൂത്തികൾ നടത്തിയ ബ്ലോക്കേഡ് കൊണ്ട് വലിയ നാശനഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായി എന്ന് തുറന്ന് സമ്മതിച്ച ആളാണ് ട്രംപ്. അപ്പോൾ ഹൂത്തികൾ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രൂപ്പ് ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടം ഉണ്ടായെന്ന് അവർ തന്നെ പറഞ്ഞു. ഇപ്പോൾ ഇനി ഹോർമൂസ് കടലിലും കൂടി അടയ്ക്കാൻ തീരുമാനിച്ചാൽ കഴിഞ്ഞു. പിന്നെ യൂറോപ്യൻ യൂണിയനും കാണില്ല, ഗൾഫ് രാജ്യങ്ങളും എല്ലായിടത്തും പ്രതിസന്ധിയായിരിക്കും, ഇന്ത്യ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്രകോപിപ്പിച്ച് ഇറാനെ ഈ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ തിരിച്ചടിക്കാനുള്ള സാധ്യത ഏറെയാണ്. അത് ഇറാൻ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്നു. ഇറാൻ്റെ മുന്നിലുള്ള അടുത്ത മാർഗം അതാണ്. യുദ്ധം ഉണ്ടായില്ലെങ്കിൽ ഹോർമൂസ് കടലെടുക്ക് അടച്ച് അമേരിക്കയോട് തിരിച്ചു പോകാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുക. അതിലേക്ക് ഇറാൻ എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വന്നാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അമേരിക്കയ്ക്ക്. അമേരിക്ക സർവ്വസന്നാഹവും എടുത്ത് പിന്നോട്ട് ഓടേണ്ടി വരും. ഇപ്പോൾ തന്നെ ഖത്തറിലെയും കുവൈറ്റിലെയൊക്കെ സൈന്യത്തെ അമേരിക്ക തിരിച്ചു വിളിച്ചു. ആ യുദ്ധക്കപ്പൽ എന്തിനാണ് അവിടെ കിടക്കുന്നതെന്നത് സംബന്ധിച്ച് ഇപ്പോഴും വലിയ ചോദ്യം ഉയരുകയാണ്. എന്ന് മാത്രമല്ല, യുദ്ധം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകേണ്ട എന്ന് അമേരിക്കയിൽ നിന്ന് അവിടുത്തെ സംയുക്ത സൈനിക മേധാവി ഓർഡർ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രംപിനോട് ഉപദേശിച്ചിട്ടുണ്ട്, മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം കൂടിയാകുമ്പോൾ അമേരിക്ക അധികം വൈകാതെ യുദ്ധമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ അമേരിക്കയെ കൊണ്ട് ആ അവസ്ഥയിലേക്ക് എത്തിപ്പിക്കുന്ന വിധത്തിലേക്കാണ് ഇറാൻ്റെ നീക്കങ്ങൾ.